ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ മലയാളം 1 കേരള പാഠാവലി സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് വിത്ത് ആൻസർ കീ. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ക്ലാസ്. ഹാഫ് ഇയർലി എക്സാം ആണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചോദിക്കാവുന്ന ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആ എക്സാമിൻ്റെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി. ആദ്യം ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ എഴുതുക. ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. ഓക്കെ. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം എഴുതാമാണ്. ആദ്യം നമുക്ക് പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഒന്ന് ഞാൻ വായിക്കാം. 19ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. ശാസ്ത്രം ഒന്നിനൊന്ന് പുറകെ പല അത്ഭുതങ്ങളും സാധിച്ചു. കണ്ടുപിടുത്തത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിരവസനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണഞ്ചിപ്പിച്ചു. ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. കമ്പി, ദൂരശ്രവണ യന്ത്രം, മോട്ടോർ വാഹനം, അവസാനമായി വിമാനം എന്നിവ വഴിയെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങേയറ്റത്തെ ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളങ്ങളെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിൻ്റെ അവാന്തര ഘടകങ്ങളെപ്പോലും അളന്നു തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹസപ്പെട്ടു. അത് മനുഷ്യരുടെ ക്ലേശങ്ങളെ ലഘൂകരിച്ചു. അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു. ലോകത്തിൻ്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി, വ്യവസായ പ്രധാനമായ രാജ്യങ്ങളിൽ വിശേഷിച്ചും. അതോടൊപ്പം തന്നെ ശാസ്ത്രം നശീകരണത്തിലുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞാശക്തിയെ വർദ്ധിപ്പിക്കുകയായിരുന്നു ശാസ്ത്രത്തിൻ്റെ ജോലി. ആ ജോലി അത് മുറയ്ക്കു നിന്ന് വഹിച്ചു. എന്നാൽ പ്രകൃതിയുടെ മേൽ ഇത്രയും ആജ്ഞാശക്തി നേടിയ മനുഷ്യനാകട്ടെ തന്നെത്താൻ ആജ്ഞാപിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു താനും. അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ശാസ്ത്രം അതിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്ര മുറയ്ക്ക് തുടർന്നു. ഇനി അതിനെ തുടർന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യ ക്വസ്റ്റ്യൻ, ആ ജോലി ശാസ്ത്രം മുറയ്ക്ക് നിർവഹിച്ചു. എന്തായിരുന്നു ആ ജോലി? 3 ഓപ്ഷൻസ് ആണ്. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. നോക്കിക്കോളൂ, കറക്റ്റായിട്ട് ഓപ്ഷൻസ് ABCയിൽ എഴുതിയത് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്ര പുരോഗതിയുടെയും പുരോഗമനപരമായ കണ്ടുപിടുത്തങ്ങളുടെയും മറുപുറം എന്തായിരുന്നു? 3 ഓപ്ഷൻസ് ആണുള്ളത്. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്തത്, 19ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിന്റെ ഗതിക്ക് വേഗത കൂട്ടി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത കണ്ടുപിടുത്തം ഏതാണ്? പ്രതിപാദിച്ചിട്ടില്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. 4, കണ്ടുപിടുത്തത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിരവസാനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണഞ്ചിപ്പിച്ചു. അടിവരയിട്ടിരിക്കുന്ന പദത്തിന് യോജിക്കാത്തത് ഏതാണ്? ഇതിൽ കണ്ണഞ്ചിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ അടിവരയിട്ട വേർഡ്. അതിന് യോജിക്കാത്തത് ഏതാണെന്നാണ് എഴുതേണ്ടത്. 5, മുകളിൽ നൽകിയിരിക്കുന്ന ലേഖന ഭാഗം ശാസ്ത്രം മുന്നേറുന്നു എന്ന പാഠഭാഗം ആരുടെ രചനയാണ്? ഇതിൻ്റെ ഓഥർ ആരാണെന്നാണ് ചോദ്യം. പ്രവർത്തനം 2, വിശകലന കുറിപ്പാണ്. മനുഷ്യർ മാത്രമല്ല പക്ഷികളും നിരവധി പരിശ്രമങ്ങൾ നടത്തിയാണ് ജീവിക്കാൻ ആവശ്യമായ പല കഴിവുകളും നേടുന്നത്. ഈ പ്രസ്താവന മുൻനിർത്തി ആദ്യത്തെ പറക്കൽ എന്ന കഥയിലെ ബാലനായ കടൽക്കോഴിക്ക് വിജയിക്കാൻ കഴിഞ്ഞതെങ്ങനെ? ആരെല്ലാം അവന് പിന്തുണയേകി? തുടങ്ങിയവ സമഗ്രമായി പ്രതിപാദിച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. പ്രവർത്തനം 2-ൽ എയും ബിയും 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. A ക്വസ്റ്റ്യൻ ആണ് വിശകലന കുറിപ്പ്. B ക്വസ്റ്റ്യൻ, ആദ്യത്തെ പറക്കൽ എന്ന കഥ നൽകുന്ന ഗുണപാഠം എന്താണ്? ഇനി പ്രവർത്തനം 3, കുറിപ്പ് തയ്യാറാക്കാം. നിശബ്ദ വസന്തം എന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം എഴുതാനിടയായ സാഹചര്യം എന്തായിരുന്നു? പരിസ്ഥിതി വിഷയത്തിൽ ഇത് ചെലുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്നീ കാര്യങ്ങൾ വിശദമാക്കി ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. പ്രവർത്തനം 4,
എയും ബിയും ഉണ്ട് പ്രവർത്തനം 4. എ ക്വസ്റ്റ്യൻ വരികൾ കണ്ടെത്തി എഴുതാം. മഴ പെയ്യുന്ന പ്രഭാതം, വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ, കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ, കതിരു കൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി, വയൽക്കാഴ്ചകൾ എന്ന കവിതയിൽ മേൽപ്പറഞ്ഞ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, പ്രകൃതിയിലുള്ള തീ നമ്മുടെ പിതാമഹന്മാർ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പന്തങ്ങൾ എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതുക. പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ തുടങ്ങി മണ്ണിലെ വിണ്ണിൻ വാഗ്ദാനം വരെയാണ്. അതിൻ്റെ ഇടയിലുള്ള ലൈൻസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പാണ്. അത് ഒന്ന് വായിക്കാം. പഠനയാത്ര വിദേശത്തേക്കു വയലു കാണുവാൻ പോകുന്നു കുട്ടികൾ. മുടിമുറിച്ചു ലോഹക്കുട ചൂടിച്ചു മലകളെ തളച്ചിട്ടതും കണ്ട്, പൊടിയും ഉഷ്ണവും തോളിൽ ചുമന്നുകൊണ്ട് അതുവഴി വന്ന കാറ്റിൽ കുളിച്ച്, മലിനയാം പുഴ തീരത്തു തുപ്പിയ കഠിനകാല കഫത്തിൽ ചവിട്ടി, ചിറകൊടിഞ്ഞു നിലത്തേക്കു വീണ പറവ ചീറ്റും കരച്ചിലിൽ മുട്ടി. ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിന്റെ പഠനയാത്ര എന്ന കവിതയിലെ ഏതാനും വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പ്രവർത്തനം 6 ജീവചരിത്രക്കുറിപ്പാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ ജീവചരിത്രക്കുറിപ്പാണ്. നമുക്ക് കുറെ ഹിന്റുകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സൂചനകൾ വെച്ചിട്ട് എഴുതണം കേട്ടോ. ആശയപടം വായിച്ച് തകഴി ശിവശങ്കരപിള്ളയെ കുറിച്ച് ഒരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ 6 പ്രവർത്തനങ്ങളും ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. ശേഷം ഞാൻ തരുന്ന ആൻസർ കീ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആൻസർ കീ ആണ് ആദ്യത്തെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസർ മാത്രമാണ്. ആദ്യത്തെ ആൻസർ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ ആജ്ഞാശക്തിയെ വർദ്ധിപ്പിക്കുന്ന ജോലി. രണ്ടാമത്തതിൻ്റെ ആൻസർ നശീകരണത്തിനുള്ള സാമഗ്രികൾ സൃഷ്ടിച്ചത്. മൂന്നാമത്തതിൻ്റെ ആൻസർ കമ്പ്യൂട്ടർ. 4 ഓപ്ഷൻ എ കബളിപ്പിച്ചു. 5 ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പ്രവർത്തനം 2 7 ആൻസർ വിശകലനക്കുറിപ്പാണ്. ആദ്യത്തെ പറക്കൽ എന്ന കഥയിലെ ബാലനായ കടൽക്കോഴിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് സ്വന്തം പരിശ്രമം കൊണ്ടാണ്. കുടുംബത്തിന്റെ പിന്തുണ, പ്രകൃതിയുടെ സഹായം അവന് ലഭിച്ചു. അമ്മയും അച്ഛനും സഹോദരങ്ങളും അവനെ പറക്കാൻ പ്രേരിപ്പിക്കുകയും ഭയം മാറ്റാൻ സഹായിക്കുകയും ചെയ്തു. വിശപ്പും പറക്കാനുള്ള ആഗ്രഹവും അവനെ മുന്നോട്ട് തള്ളാൻ സഹായിച്ചു. കുടുംബം അവന് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകി. അവസാനം പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് അവൻ പറക്കാൻ പഠിച്ചു. പ്രവർത്തനം 2A ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. പരിശ്രമത്തിലൂടെ വിജയം നേടാമെന്ന ഗുണപാഠമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ആദ്യത്തെ പറക്കൽ എന്ന കഥ നൽകുന്ന പ്രധാന ഗുണപാഠം ജീവിതത്തിൽ വിജയം നേടാൻ കഠിനാധ്വാനവും പരിശ്രമവും ആവശ്യമാണ് എന്നതാണ്. ഭയം ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാകണം. പ്രവർത്തനം 3 കുറിപ്പ് തയ്യാറാക്കാമാണ്. നിശബ്ദ വസന്തത്തിന്റെ കേട്ടോ. DDT പോലുള്ള കീടനാശിനികളുടെ അമിത ഉപയോഗവും അവ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യനും ഉണ്ടാക്കുന്ന ദോഷകരമായ പ്രത്യാഘാതങ്ങളുമായിരുന്നു റേച്ചൽ കഴ്സന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതാൻ കാരണമായ സാഹചര്യം. ഈ പുസ്തകം പരിസ്ഥിതി വിഷയത്തിൽ വലിയ മാറ്റങ്ങൾ ചെലുത്തി. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കി. പ്രത്യേകിച്ച് കീടനാശിനികളുടെ ഉപയോഗം പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഊർജം പകർന്നു. DDT പോലുള്ള അപകടകരമായ കീടനാശിനികൾ പല രാജ്യങ്ങളിലും നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും കാരണമായി. പരിസ്ഥിതി നിയമനിർമ്മാണങ്ങളിലും ശാസ്ത്രീയ ഗവേഷണങ്ങളിലും പുതിയൊരു ദിശാബോധം നൽകി. സുസ്ഥിരമായ കൃഷിരീതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. പ്രവർത്തനം 4 മഴ പെയ്യുന്ന പ്രഭാതം എന്ന് തുടങ്ങുന്ന വരികളാണ് കേട്ടോ. വയൽക്കാഴ്ചകൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്നുള്ള ചോദ്യമാണിത്. മഴ പെയ്യുന്ന പ്രഭാതം, അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വരികൾ. പേമഴ പെയ്തേ പാരമിരുളും പുലർകാലം. അടുത്തത് വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ. രണ്ടാമത്തതിൻ്റെ ആൻസർ ഇതാണ് കേട്ടോ. കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ. അടുത്തത് 3 ഇതാണ്. കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ. അതിൻ്റെ ആൻസറാണ് പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുടചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ. പറകൊട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു. ഇത് മതി. ഇത് 4 ലൈൻ വേണമെന്നില്ല കേട്ടോ. 2 ലൈൻ മതിയാവും. ഇത്രയും മതി കേട്ടോ. അടുത്തത് ലാസ്റ്റ് കതിര് കൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി. അതിതാണ് ലാസ്റ്റത്തെ 4th വൺ. ഉണ്ണുവാനിങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലുമിയലും മയിലുകൾ. അടുത്തത് പ്രവർത്തനം. അടുത്തതിൻ്റെ ബി ഉണ്ട്. നമുക്ക് പിതാമഹർ പന്തങ്ങൾ എന്നുള്ള അതിലത്തെ വരുന്നതാണ് കേട്ടോ.
നോക്കാം. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസീടും മക്കാലം വന്നു പിറന്നിതു ചെന്നിണ മൂലം വാളുകണക്കൊരു തീനാളം സഞ്ചിതമാകുമിരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം മാനവർ കണ്ടാർ അഗ്നിസ്മിതമതിൽ മഞ്ഞിലെ വിണ്ണിൻ വാഗ്ദാനം. അപ്പോൾ ഈ പാഠവും നന്നായി പഠിച്ചു വെക്കുക. പോയമൊക്കെ പോയറ്റിക് ലൈൻസ് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിലും ആസ്വാദനമൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രവർത്തനം 5 ഇതിൽ ആസ്വാദനം എഴുതാനാണ്. നമുക്ക് നോക്കാം. കുരീപ്പുഴ ശ്രീകുമാറിന്റെ പഠനയാത്ര എന്ന കവിത ആധുനിക ലോകത്തിലെ വികസന കാഴ്ചപ്പാടുകളോടുള്ള കവിയുടെ വിമർശനമാണ്. വിദേശത്തേക്ക് പഠനയാത്ര പോകുന്ന കുട്ടികളിലൂടെയാണ് കവി ഈ ആശയം അവതരിപ്പിക്കുന്നത്. വികസനത്തിന്റെ പൊള്ളത്തരം. യാത്രയിൽ കാണുന്ന കാഴ്ചകൾ യഥാർത്ഥ പ്രകൃതി സൗന്ദര്യങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ നേർക്കാഴ്ചകളാണ്. മലകളെ തളച്ചിട്ടതും മലിനയാം പുഴ ചിറകൊടിഞ്ഞു നിലത്തേക്ക് വീണ പറവ തുടങ്ങിയ പ്രയോഗങ്ങൾ വികസനത്തിന്റെ പേരിൽ പ്രകൃതിക്ക് നേരിടുന്ന ആഘാതങ്ങളെ സൂചിപ്പിക്കുന്നു. യാത്രയുടെ ലക്ഷ്യം വയലുകൾ കാണാൻ വിദേശത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ നാട്ടിലെ കാർഷിക സംസ്കൃതിയുടെ തകർച്ചയെയും വിദേശത്തോടുള്ള അമിത ഭ്രമത്തെയും പരിഹസിക്കുന്നു. ഇടപെടലുകൾ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ നേർക്കാഴ്ചകളാണ് മലകളെ തളച്ചിട്ടതും മലിനയാം. ഇത് റിപ്പീറ്റാണ്, ഇത് വേണ്ട, അപ്പുറത്ത് പറഞ്ഞത് തന്നെയാണ് ഇവിടെ വരുന്നത്. സോറി, അത് റിപ്പീറ്റ് വന്നതാണ്. ഇനി ഇവിടെ മുതൽ മതി. ഭാഷാപരമായ സൗന്ദര്യം. ലളിതമായ ഭാഷയും ശക്തമായ ബിംബങ്ങളും കവിതയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. കഠിനകാല കഫം, പറവ ചീറ്റും കരച്ചിൽ പോലുള്ള പ്രയോഗങ്ങൾ കവിതയുടെ ഭാവ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഈ കവിതയിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും വികസനം പ്രകൃതിക്ക് ദോഷകരമാകാത്ത രീതിയിലായിരിക്കണമെന്ന സന്ദേശവുമാണ് കവി നൽകുന്നത്. അടുത്തത് ജീവചരിത്രക്കുറിപ്പാണ്. തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ള കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണമുള്ള ഈ കഥാകാരൻ 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മലയാളത്തിലെ പ്രചാരകനായിരുന്നു ഇദ്ദേഹം. ചെറുകഥ, നാടകം, സഞ്ചാര സാഹിത്യം, ആത്മകഥ എന്നീ മേഖലകളിലും സംഭാവനകൾ നൽകിയ തകഴിക്ക് 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. വ്യക്തിയേക്കാൾ സമൂഹത്തിന്റെ ചിത്രം കൂടുതലായി തെളിയുന്നതാണ് തകഴിയുടെ നോവലുകൾ. സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിയ എഴുത്തുകാരനാണ് ഇദ്ദേഹം. കേരള മൊപ്പസാങ് എന്നും തകഴിയെ വിശേഷിപ്പിക്കാറുണ്ട്. ചെമ്മീൻ, കയർ, തോട്ടിയുടെ മകൻ എന്നിവ പ്രധാന കൃതികൾ. അടിച്ചമർത്തപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ജീവിതമായിരുന്നു പ്രധാനമായും അദ്ദേഹം വരച്ചുകാട്ടിയത്. 34ഓളം നോവലുകളും 17ഓളം കഥാസമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ജപ്പാനിലും റഷ്യയിലും പര്യടനം നടത്തി. 1999 ഏപ്രിൽ 10 തന്റെ 87-ാം വയസ്സിൽ കേരളം കണ്ട മഹാനായ സാഹിത്യകാരൻ ജന്മനാട്ടിലെ തറവാട്ടു വീട്ടിൽ വെച്ച് അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ കാത്ത 2011 ജൂൺ 1 അന്തരിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. എക്സാമിന് ശേഷവും ചോദ്യപേപ്പറിൻ്റെ ഡിസ്കഷനും ഉത്തരങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.